എൻ്റെ പേര് ബാഹുലേനാണ്. തനൂപ്പുരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ തുടരുന്നുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നുണ്ട്. 55 മുതൽ 60 വരെ സാധ്യതപ്പെടുമെന്നാണ് പറയുന്നത്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു. ഇന്നലെ മഴ തോന്നുന്നു. ഇന്ന് രാവിലെ മുതൽ വീണ്ടും മഴ തുടങ്ങിക്കഴിഞ്ഞെന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച മുതൽ മഴ, കനത്ത മഴയാണ്. നെയ്യാറ്റിങ്കര, അമരവള, തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ കാണിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി നിൽക്കുമ്പോൾ തന്നെ മഴ തോർന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വീണ്ടും മഴ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കനത്ത മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി, മായം എന്ന സൈഡുകളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നെന്നും പറയുന്നുണ്ട്. കനത്ത മഴയാണ്, തോരാത്ത മഴയാണ് പെയ്യുന്നതെന്ന് പറയാം. 4 ദിവസം കൊണ്ട് പെയ്യുന്ന മഴ ഇന്നലെ ഇത്തിരി തോർന്നിട്ടുണ്ട്, വെയിൽ ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി മഴ തോറ്റി. പിന്നെ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് ഇപ്പോൾ ലൈവിൽ നമ്മൾ പെയ്യുന്നത്. ധനുശ്വരത്ത് നിന്നാണ് ഈ ലൈവ് പറയണമെന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഭയങ്കര മഴയാണ് ഇപ്പോൾ ധനുശ്വരം ഭാഗങ്ങളിൽ പെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അത്ര കനത്ത മഴയാണ് ഇപ്പോൾ പെയ്യുന്നു. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നുണ്ട്, മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ടെന്ന്, കാലവർഷം പോലെ തന്നെ മഴ നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി 3 നാളുകൾ മഴ നിൽക്കുമെന്നാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. കാറ്റിൻ്റെ വേഗത 55 മുതൽ 60 വരെ സാധ്യതപ്പെടുമെന്ന് തന്നെ പറയുന്നുണ്ട്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു. മഴയുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്കിനി പോകാം. നല്ല കാറ്റടിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കാറ്റിൻ്റെ വേഗത കൂടിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ എറണാകുളത്തും നല്ല മഴയുണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഏറ്റവും ഇടുക്കി പ്രദേശങ്ങളിൽ ചില ഡാമുകളെല്ലാം തുറന്നു വിട്ടു. അതുപോലെ നെയ്യാറും ഡാമും ഷട്ടർ തുറന്നിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ അരീക്കര ഷട്ടർ ഡാമും 5 ഭാഗം ഉയർത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും. ഏറ്റവും വാർത്തയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നല്ല മഴയാണ് ഇപ്പോൾ പെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കനത്ത മഴയാണ് പെയ്യുന്നത്.